ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നി ഇൽമൻ നാഫിയ. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Today we are gathered here for a very beautiful and meaningful occasion, the launching of the Loving Family Life course. ശരിക്കും ഇതൊരു കുടുംബ ജീവിതത്തെ കൂടുതൽ സ്നേഹത്തിലും സമാധാനത്തിലും നിറക്കാനുള്ള യാത്രയുടെ ഒരു ആരംഭമാണല്ലേ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തില് കുടുംബ ജീവിതങ്ങളിൽ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. പലരും ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ അവരുടെ ജീവിതത്തില് അവർ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആവാം, എഞ്ചിനീയേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അവർക്കൊന്നും തന്നെ അവരുടെ പേഴ്സണൽ ലൈഫില്, കുടുംബ ജീവിതത്തില് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാല് അവിടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന അറിവില്ലാത്തത് മൂലം ജീവിതകാലം മുഴുവൻ നീറി കഴിയേണ്ട ഒരു അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് സഹോദരിമാർ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇത് നമുക്ക് സാധ്യമാക്കിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിന ബാനു ടീച്ചർ, പാലക്കാട് ജില്ലയിലാണ്. അവർ അഫ്സലുൽ ഉലമ പ്രിലിമിനറി പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ കാറ്റഗറി 4 യോഗ്യതയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സൈക്കോളജി കോഴ്സിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഇവർ 5 വർഷത്തോളമായി ഓൺലൈൻ മദ്രസ ടീച്ചിങ് ചെയ്തു വരുന്നു. അവരുടെ അധ്യാപന ജീവിതം ദീനി അറിവ് പ്രചരിപ്പിക്കുന്നതിൽ ആത്മാർത്ഥമായി തുടരുന്നു. അതോടൊപ്പം അവർ സൈക്കോളജി കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഇവർ 5 വർഷത്തോളമായി മദ്രസ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവരുടെ അധ്യാപന ജീവിതം നമ്മുടെ ജീവിതം ദീനി അറിവ് പ്രചരിപ്പിക്കുന്നതിൽ ആത്മാർത്ഥമായി തുടരുന്നു. അതോടൊപ്പം അവർ നിരവധി ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ അഡ്മിനായും പ്രവർത്തിച്ചു വരുന്നു. തഫ്സീർ ഗ്രൂപ്പ്, സൊല്യൂഷൻ ഗ്രൂപ്പ്, തജ്വീദ് ഓൺലൈൻ, നൂറാനിയ ഗ്രൂപ്പ്, ഇസ്ലാമിക് ഗ്രൂപ്പ് തുടങ്ങിയവയിലൂടെ അറിവ് പങ്കുവെക്കുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുഹ്സിന ബാനു ടീച്ചർ. അൽഹംദുലില്ലാഹ്, ഷീ ഈസ് എ റിയലി എക്സാമ്പിൾ ഓഫ് നോളജ് ആൻഡ് വിത്ത് സിൻസിയറിറ്റി. അടുത്തതായി നമ്മുടെ പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയങ്കരിയുമായിട്ടുള്ള അതിഥിയാണ് മുംതാസ് മാം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരു സൈക്കോളജിക്കൽ കൗൺസിലറും നിരവധി ദീനി പുസ്തകങ്ങളുടെ രചയിതാവുമായിട്ടുള്ള പ്രഗത്ഭ റിലീജിയസ് സ്പീക്കറും പബ്ലിക് സ്പീക്കിംഗ് കോച്ച്, വ്ലോഗർ, അതുപോലെ തന്നെ വ്ലോഗർ, കൂടാതെ മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. അവരുടെ വാക്കുകൾ അനേകം ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ അവയർനെസ്, സെൽഫ് കോൺഫിഡൻസ്, ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാം ചേർന്ന് അവർ നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഇത്തരത്തിലുള്ള രണ്ട് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റീസിന്റെ സാന്നിധ്യം ലഭിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ പോലുള്ള സ്ത്രീകൾ ഒരുപാട് പ്രയാസങ്ങൾ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ഫ്രണ്ട്സുകൾക്കിടയിലോ ഒരിക്കലും പങ്കുവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടായിരിക്കാം. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മൾ നീറി കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നു. നമുക്ക് ഒരിക്കലും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെ? അത്തരം ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രയാസം എന്റെ ലൈഫിലും ഉണ്ടായ സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പങ്കുവെക്കാനായിട്ട് ആരുമായിട്ട് പങ്കുവെക്കാൻ കഴിയുമെന്ന്. ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്ലാമിക് പണ്ഡിതന്മാരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സ് പിന്നോട്ട് വലിച്ചത്, നമ്മളൊരു സ്ത്രീയാണല്ലോ, നമുക്ക് എങ്ങനെ അവരുമായിട്ട് പൂർണ്ണ രീതിയിൽ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ റബ്ബിനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരുപാട് കാലമായിട്ട് ഞാനിങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താം, മനസ്സ് തുറക്കാനായിട്ട് ഒരാൾ അള്ളാഹുവെ നീ എന്നിൽ എത്തിച്ചു തരണേ. ആ സമയത്താണ് മുംതാസ് മാമിനെ ഞാൻ പരിചയപ്പെട്ടതും മുംതാസ് മാമിന്റെ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായത്. അവിടെ നിന്ന് അങ്ങോട്ട് അൽഹംദുലില്ലാ, അള്ളാഹു എന്റെ മുന്നിൽ എത്തിച്ചു തന്നു. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു കാര്യമാണ്, മുംതാസ് മാമുമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്
തീർച്ചയായും ഒരു സൊല്യൂഷൻ നമുക്കുണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ പുതിയ വഴികൾ തുറക്കും. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് പ്രയാസമല്ലാതായി തീരും. ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വലിയൊരു സമാധാനവും ആശ്വാസവും അതിൽ നിന്ന് കിട്ടും. ഇത് പുറത്ത് വേറൊരാളും അറിയില്ല. നമുക്ക് മുംതാസ് മാമിന്റെ അടുത്ത് ആ രീതിയിലുള്ള കോച്ചിങ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കോഴ്സ് 3 മാസത്തെ കോഴ്സാണ്. ആഴ്ചയിൽ ഒരു വീക്ക്ലി വൺസ് ആണ് ക്ലാസ് വരുന്നത്. ഇതിനൊരു ചെറിയ രീതിയിലുള്ള ഒരു ഫീസും കൂടി ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം അതിന്റെ ഉൾക്കാഴ്ചയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മോസിന ബാനു ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. നന്നായിട്ട് പറഞ്ഞു. ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, എല്ലാ വെള്ളിയാഴ്ച ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ശരിക്കും വിവാഹം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആകാശ ലോകത്ത് നിന്ന് ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് പറയാം. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലേ. പരസ്പരം വസ്ത്രങ്ങളെ പോലെയാണ്. ചൂടിലും തണുപ്പിലും സംരക്ഷണമേകുന്ന വസ്ത്രങ്ങൾക്ക് തുല്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ ഖുർആനിൽ ഉപമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ ഖുർആനിൽ നമ്മളെല്ലാവരും മലയാളത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ, ഭരിക്കപ്പെടുന്നവൻ ഭരിക്കപ്പെടുന്നവൾ എന്നിങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജുൻ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ഇണകൾ എന്നാണ്. പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുവാനുള്ള ഇണകളായിട്ട് അവിടെ പിന്നെ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. ശരിക്കും വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, കുടുംബത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്കൻ എന്നാ പറഞ്ഞത്, സമാധാനമടയാനുള്ള ഒരു ഗേഹം. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും സമാധാനത്തിന് വളരെയധികം പ്രയാസങ്ങളും പൊള്ളലേൽപ്പിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ ഭാര്യമാരുടെ അടുത്തു നിന്നും ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും ഒരു ഇണകൾ തമ്മിലുള്ള പൊരുത്തക്കേട് ഒരു സമൂഹത്തിൻ്റെ തന്നെ അടിത്തറയെ ഇളക്കുന്നതാണ്. ആ വീട്ടിലുണ്ടാകുന്ന മക്കൾ, അവർ വളർന്നു വരുന്ന സാഹചര്യം, ആ മക്കളുടെ ഇമോഷണൽ ഫീലിങ്സ്, അവരുടെ കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, അവരുടെ പഠനത്തിന് എല്ലാറ്റിനെയും നമ്മളെ വീട്ടിലുള്ള വാപ്പമാരും ഉമ്മമാരും തമ്മിലുള്ള പൊരുത്തക്കേട്, അവർ തമ്മിലുള്ള സംസാരം, അവർ തമ്മിലുള്ള സൗണ്ടിട്ടുള്ള കലഹങ്ങൾ, അതെല്ലാം നമ്മളെ വീട്ടിലുള്ള മക്കളെ ബാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളാവണമെങ്കിലും അവർ വളരെയധികം ഡിപ്രഷൻ മൂഡിലേക്ക് പോകാനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ വരാതിരിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ഏകദേശം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് ആളുകൾ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളാണെങ്കിലും മറ്റുള്ള പ്രയാസങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അവിടെയാണ് ശരിക്കും നമ്മളുടെ തോൽവി എന്ന് പറഞ്ഞാൽ. ഞാൻ എന്നോട് തന്നെ പറയുകയാണ് അല്ലേ, ജീവിതത്തിൽ പല രൂപത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് തോന്നിയേക്കാം. ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പം ചിലപ്പോഴെങ്കിലും നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വിഷമം വരുമ്പോൾ അത് മക്കളിൽ നിന്നാവാം, ഇണകളിൽ നിന്നാവാം, മാതാപിതാക്കളിൽ നിന്നാവാം. സ്ത്രീകൾ വളരെയധികം ദുർബലരായി അവരുടെ ഇബാദത്ത് പോലും മുടങ്ങുന്ന അവസ്ഥ വരെ ഡിപ്രഷൻ മൂഡിലേക്ക് പോവുകയും വളരെയധികം ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായി നിൽക്കേണ്ട സ്ത്രീ എന്നുള്ളവൾ വളരെയധികം ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവാറുണ്ട്. ഇതൊരു തുറന്നു പറയാനുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാറില്ല. അങ്ങനെയാണ് അവർ പലപ്പോഴും ഷിർക്ക് പരമായിട്ടുള്ള കുഫറിലേക്ക് വരെ നീങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റൂല്ലേ. അവർക്ക് തുറന്നു പറയാൻ ആളില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല മെഡിറ്റേഷൻ അങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് പോകുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട ഒരു ആശയമാണ് അൽഹംദുലില്ലാഹ് ഒരുപാട് കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കണം.
അവർക്കുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർക്കുള്ള നേർവഴി കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കുവാനും തുടർന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നൽകുന്ന നല്ലൊരു വാക്കുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവിടെ വരുന്ന 4 മക്കളാണെങ്കിൽ 4 സമൂഹങ്ങളാണ്. ആ സമൂഹങ്ങൾ എല്ലാവരിലേക്കും നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു സമുദായത്തെ തന്നെ നേരെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും അത് എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഈ ഒരു കാര്യവുമായി ഞാൻ നമ്മുടെ മുന്താസ്തയോട് സംസാരിക്കുകയും അൽഹംദുലില്ലാ അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയുകയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, November 1 അടുത്ത വീക്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോഴ്സിനെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിലെന്താണ് നമ്മൾ ക്ലാസ് എടുക്കുക എന്നുള്ളതും എങ്ങനെയായിരിക്കും ക്ലാസ്സിൻ്റെ റൂൾ എന്നുള്ളതും എങ്ങനെയാണ് ഫീസ് എന്നുള്ളതെല്ലാം ഇൻഷാ അല്ലാഹ് മുന്താസ്ത നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഏറ്റവും ആദരപൂർവ്വം ഒരുപാട് പിന്നെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. കുടുംബങ്ങളായിട്ടും മക്കളായിട്ടും പാരൻറ്റിങ് ആയിട്ടും അവരെ ഒരുപാട് വ്യത്യസ്ത രീതികളിലൂടെ ജീവിത വഴി കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ മുന്താസ് മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് അന്ന് കണ്ണൂർ വെച്ച് നമ്മളെ ഈ മീറ്റപ്പ് നടത്തിയപ്പോൾ 2-3 കാര്യങ്ങൾ ദുആ ചെയ്തിരുന്നു. ഒന്ന്, ഇതുപോലെ ഒരു ഇസ്ലാമിക് സൈക്കോളജിക്കൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർക്ക് ഒരു ആശ്വാസം നൽകാൻ അൽഹംദുലില്ലാ അത് ഇന്നിവിടെ സാധിച്ചിരിക്കുകയാണ്. വബില്ലാഹി തൗഫീഖ്. അൽഹംദുലില്ലാ. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മുടെ കുടുംബത്തിലും ഫാമിലി സർക്കിളിലും ഖുർആൻ ക്ലാസ്സിലൊക്കെ ഒരുപാട് അറിവുള്ള സ്ത്രീകൾ, ഒരുപാട് കേബിൾ ആയിട്ടുള്ള, നല്ലോണം പ്രസംഗം എഴുതാൻ കഴിയുന്ന, പ്രസംഗിക്കാൻ കഴിയുന്ന, സമൂഹത്തെ നന്നാക്കാൻ പര്യാപ്തമായ, ദഅവകൾ നടത്താൻ പോകുന്ന, കുട്ടികൾക്ക് മദ്രസ നടത്താൻ, അങ്ങനെ ഒത്തിരി കഴിവുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ ഒന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടു കൂടി സ്ഥാപിച്ച ഒരു സ്പീക്കിംഗ് കോഴ്സ്, ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ്. അത് 6th ബാച്ച്, 6 ബാച്ചുകൾ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി നെക്സ്റ്റ് ബാച്ച് ഒരു ലേഡീസിന്റെ, സാധാരണ 2 ലേഡീസിന്റെ ഒരേ ടൈമിൽ നടത്തലാണ് പതിവ്. പ്രാവശ്യം 1 ലേഡീസിനും 1 നമ്മുടെ സ്റ്റുഡൻസ് ബാച്ച് എന്നതിൽ 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികളെയും ാണ് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് സദസ്സിൽ വെച്ചുള്ള ദുആകൾ സ്വീകരിക്കുമെന്ന് നിങ്ങളോടും കൂടെ പറയാനാണ്. നിങ്ങൾക്ക് പേഴ്സണലിയും ഈ സമയത്ത് ദുആ ചെയ്യാം. പിന്നെ നമ്മൾ, അതായത് ഇവിടെ ഈ സദസ്സിൽ വന്നു കൂടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ സുമയ്യയും ഇവരൊക്കെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലെമോസിനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഇന്നതാണ് ലക്ഷ്യം എന്നുള്ള അതിനെക്കുറിച്ച് ഏകദേശം ഒരു വിവരണം തരാമെന്ന് ഉദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാഹ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. സൂറത്ത് റൂമിലെ 21st ആയത്താണത്. നമ്മളെല്ലാ വിവാഹ കുത്തുബകളിലും കേൾക്കുന്ന ആയത്തായതുകൊണ്ട് തന്നെ പഠിക്കാതെ ബൈഹാർട്ടായിട്ടുള്ള ഒരു ആയത്താണ് അല്ലേ. അൽഹംദുലില്ലാ. ഇന്ന് നാം സംസാരിക്കാനിരിക്കുന്നത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും അടുത്തതും അത്യാവശ്യമായ ബന്ധത്തെക്കുറിച്ചാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത് മുറിച്ചാൽ മുറിയുന്ന ബന്ധമാണ്. ബട്ട് അതിൽ നിന്ന് ഉടലെടുക്കുന്ന ബന്ധങ്ങളോ മുറിച്ചാൽ മുറിയാത്ത ബന്ധങ്ങളോ അല്ലെ അമ്മക്കാരെ നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല 3 മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേർപിരിയാം. പക്ഷേ നമ്മുടെ കുട്ടികളും നമ്മളെ വീട്ടുകാരും അവരെ കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ മുറിച്ചാൽ മുറിയാത്ത ഒരു ബന്ധത്തിൽ മുറിച്ചാൽ മുറിയുന്ന ഒരു ബന്ധത്തിൽ നിന്ന് മുറിച്ചാൽ മുറിയാത്ത ഒട്ടനവധി ബന്ധങ്ങൾ ഉത്ഭവിക്കുന്ന ഒരു എന്താണ് പ്രൊസീജിയറാണ് വിവാഹം അല്ലെ. വിവാഹം വെറും ഒരു കരാറല്ല, അതൊരു ഇബാദത്ത് കൂടിയാണ്. അള്ളാഹു തന്നെയാണ് ഈ ബന്ധം സ്ഥാപിച്ചതും സമാധാനത്തിനും സ്നേഹത്തിനും കരുണയ്ക്കുമായി. അതായത്
ന്യൂലി അതായത് പിന്നെ ലോഞ്ച് ചെയ്യുന്ന ഈ കോഴ്സ് അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും, അതായത് ഈ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇൻലോസ് പ്രോബ്ലം, അമ്മായിയമ്മ നാത്തൂൻ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു പരിഹാരമായി തീരുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനായി നിങ്ങളുടെ തന്നതായ ജാതിയിൽ നിന്നുള്ള ഭാര്യമാരെ സൃഷ്ടിച്ചു അല്ലെ, നിങ്ങളിൽ പരസ്പരം സ്നേഹവും കരുണയും സ്ഥാപിച്ചു. അതിന് മുമ്പിലോദിച്ച ആയത്തിന്റെ പരിഭാഷയാണ്. ജീവിതം എല്ലായ്പ്പോഴും മധുരമായിരിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും സമ്മർദ്ദങ്ങളും വാക്കുകളും തെറ്റിദ്ധാരണകളും പിണക്കുകളും പിന്നെ സൗന്ദര്യ പിണക്കുകളും എല്ലാം കൂടെ ഒട്ടനവധി, നമ്മുടെ ബിരിയാണി പോലെ എല്ലാം കൂടെ സമ്മിശ്രമായതാണ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ മറികടക്കാനായി തന്നെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു സഹനം, ക്ഷമ, മനസ്സിലാക്കൽ, അതിലുപരി ഹൈറുക്കും ഹൈറുക്കും ലി അഹ്ലിഹി അന ഹൈറുക്കും ലി അഹ്ലി, അതായത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങൾ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് അല്ലെ. നമ്മളിൽ പലരുടെയും ലൈഫ് ഔട്ടർ വേൾഡ് കാണുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് കളർഫുൾ അല്ല എന്ന് മനസ്സിലാക്കാം. സോഷ്യലി, സൊസൈറ്റിയിൽ തന്നെ മുന്തിയ ഷൂസ് സ്കെച്ചേഴ്സിന്റെ ഷൂസ് ഉപയോഗിക്കും, മുന്തിയ ബ്രാൻഡ് പർദ്ദകൾ ഉപയോഗിക്കും, കാറുകളാണെങ്കിൽ ഓഡി, മെർസിഡസ് ബെൻസ്, പോർഷെ, ലാൻഡ് ക്രൂയിസർ ഇതുപോലെയുള്ള മുന്തിയ ബ്രാൻഡ് കാറുകളായിരിക്കും അനുഭവിക്കുന്നത്. ചിരിച്ച് കാണിക്കുന്ന പലരിലും ഒരു അഗ്നിപർവ്വതം തന്നെ, അഗ്നിപർവ്വതം കാണുന്നില്ല, ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ചിരിച്ചു കാണുന്ന പല മുഖത്തിന്റെയും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് കൗൺസിലേഴ്സ് ആയതിന്റെ പേരിൽ തന്നെ. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമായിട്ട് പലരും നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കൊന്നും തന്നെ ഒരു ശരിയായ മറുപടി കൊടുക്കാനും സമയം കൊടുക്കാനും നമ്മളെ കയ്യിലില്ല. അത് പേഴ്സണലി ഓരോരുത്തർക്കും സമയം കൊടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ലേശം പുറകിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അവരുടെ വിഷമങ്ങളും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ കോമൺ കോസസ് ഓഫ് ഫാമിലി കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലുമൊക്കെ ചില്ലറ പ്രശ്നങ്ങളായിരിക്കും ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അത് സെപ്പറേഷൻ മുതൽ ഡിവോഴ്സ് വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്, ജിസ്റുൽ മവദ്ദ എന്ന് പറയുന്നത്. അതായത് സ്നേഹത്തിന്റെ പാത. ആ ഒരു സ്നേഹത്തിന്റെ പാതയിലൂടെ നമുക്ക് എത്ര മോശപ്പെട്ട ഭർത്താവിന്, എത്ര മോശപ്പെട്ട അമ്മായിയമ്മന് നമ്മുടെ അപ്രോച്ച് മാറ്റിയാൽ നന്നാക്കി എടുക്കാമെന്ന് ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒത്തിരി ക്ലാസ്സുകളും കഥകളിലൂടെ, ഞാൻ എന്ത് പറയുകയാണെങ്കിലും അതൊരു ഒരു കഥകളിലൂടെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. അത് ആൾക്കാർക്ക് പെട്ടെന്ന് അതങ്ങ് ഇത് ചെയ്യും, എന്താ പറയാ, അവരുടെ മനസ്സിലേക്ക് അങ്ങ് ഉൾക്കൊള്ളും. നമ്മളെല്ലാം തന്നെ ഫാസ്റ്റ് ട്രാക്കിൽ ഓടുന്ന വന്ദേ ഭാരതം എക്സ്പ്രസ് പോലെയാണ് അല്ലെ. നമുക്കൊന്നിനും സമയമല്ല അല്ലെ. അതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലെ. അതായത് നമ്മളൊക്കെ വെരി ബിസിയാണ്. എന്ത് പണക്കാണെങ്കിലും പ്രശ്നമാണെങ്കിലും ഒക്കെ സൂര്യൻ 24 മണിക്കൂർ കഴിയുമ്പോൾ ഉദിക്കുകയും അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നു. അതിങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വയസ്സുകളും കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഒരുപാട് കാര്യത്തിൽ നമുക്ക് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ല, നമുക്ക് ലോകത്തിലുള്ള പലരുടെയും ഇഷ്ടങ്ങളും പിന്നെ താല്പര്യങ്ങളും, അവരുടെ ചോറ്, അവരുടെ കറി, അവരുടെ അങ്ങനെ പലതും അറിയാം. പക്ഷെ നമ്മുടെ സ്വന്തം ഭർത്താവിന്റെ പലതും നമുക്ക് അറിയില്ല എന്ന് എനിക്ക് പോലും ഇന്നും മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ട്, അതിങ്ങനെ വീണ്ടും പറയല്ലാണ്ട് അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയില്ല അല്ലെ. മൈ ലൈഫ് മൈ സ്റ്റോറി അല്ലെ, എന്നാണ് ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ കുട്ടികളെ ആശയം. അതായത് അവരെന്താണോ വിചാരിക്കുന്നത് അതുപോലെ ജീവിക്കാം എന്നുള്ള ഒരു തോന്നൽ. ശമ്പളമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് നമ്മുടെ മക്കളെ ഇവിടം വരെ ചെന്നെത്തിച്ചതിന്റെ മെയിൻ റീസൺ നമ്മൾ തന്നെയാണെന്ന് വേണം പറയാൻ. നമ്മളല്ല, മുൻ തലമുറയിലെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല പ്രഹസനങ്ങളും പല അനുഭവങ്ങളുമാണ് കുട്ടികളെ ഈ രീതിയിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെ. ശരിയല്ലേ? നിങ്ങൾ പറയും, അങ്ങനെയല്ല തന്നെ അല്ലേ? കാരണം ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് അവർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ ഇക്കോലത്തിൽ
പിന്നെ മതി, ജീവിതമേ വേണ്ട, ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം ശമ്പളം കിട്ടിയിട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. ഒരു പ്രശ്നമില്ലാലോ, പ്രസവിക്കണ്ട, വീട് നോക്കണ്ട, കുട്ടികളെ പോറ്റണ്ട, അമ്മായിമ്മനോട് ചീത്ത കേൾക്കണ്ട, ഇഷ്ടമുള്ള സമയത്ത് എവിടെ വേണമെങ്കിലും പോകാം, ചില്ല് ചെയ്യാം എന്നൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഉമ്മമാർ അനുഭവിച്ച പല വിഷയങ്ങളും പ്രശ്നങ്ങളും അവർ കേട്ട് അവരങ്ങനെ ഒരു തീരുമാനം എത്രയും പിന്നെ എന്താ പറയുന്നത് ഭയങ്കര ഒരു ഗ്രേറ്റ് തീരുമാനത്തിന് എടുക്കാനുള്ള പുറകിലുള്ള ഒരു ഇന്റൻഷൻ ഇതാണ് നമുക്ക് തീർത്ത് പറയാം അല്ലെ, ഇൻഷാ അല്ലാഹ്. അതായത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പരസ്പരം തുറന്ന് സംസാരിക്കല് അല്ലേ. എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടം, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്ത് തെറ്റായിപ്പോ എന്നൊക്കെ നമുക്ക് നല്ല മൂഡിൽ അവരോട് സംസാരിക്കാം. അതുപോലെ പരസ്പരം ഇഷ്ടങ്ങൾ കൈമാറാം, പരസ്പരം അംഗീകരിക്കല്, ആ അംഗീകാരവും ഇഷ്ടങ്ങൾ കൈമാറലും ഒക്കെ തന്നെ അതൊരു പ്രത്യേക ടോണിൽ, അതിപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നു തോന്നില്ല. ഏതോ പണ്ടേതോ ഒരു സിനിമ കണ്ടിരിക്കണ ഒരുത്തന് ആരോ പറഞ്ഞ അദ്ദേഹത്തോട് നിങ്ങൾ ഹൈറ്റ് പോരാ, നിങ്ങള് ഭാര്യയ്ക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്ത, അയാൾ ശേഷം ഇരുന്നറായിരുന്നു. അങ്ങനെ അയാളെന്ത് പണി, ഹൈറ്റും ഇല്ല, അയാളെന്ത് പണിയെടുത്തെന്ന് വെച്ചാല് പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാല് മുടന്തി നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഒരു വിറ്റായിട്ട് എല്ലാരും കേട്ടോ. അതുപോലെ പെട്ടെന്ന് അംഗീകരിക്കുക, അല്ല അംഗീകാരം ചോദിക്കുക, പെട്ടെന്ന് ഇഷ്ടങ്ങൾ കൈമാറുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ അല്ല. അതെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരു ടോൺ ഉണ്ട്, ആ ടോൺ ഉപയോഗിച്ച് ഇതും പണ്ടാരോ പറഞ്ഞ പോലെ പിന്നെ ഇന്ന് വിത്തിട്ട് നാളെ മുളച്ച് തൈ ആവണമെങ്കിൽ ഇത് സ്വർഗത്തിലാവണം, ഇവിടെ അത് നടക്കൂല. ഇവിടെ അങ്ങനെ സാഹചര്യങ്ങൾ സന്ദർഭമൊക്കെ ഒത്തു വന്നിട്ട് അതിന്റെ എക്സാക്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, അത് രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഈവൻ പല പെണ്ണുങ്ങളും തന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ അടുത്ത് കൂടെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലെ. അതൊക്കെ ആണുങ്ങളുടെ കുത്തകയാണ്, അവർക്ക് വേണ്ടപ്പോൾ മാത്രം എന്നുള്ള രീതിയിലാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. എന്നോട് സംസാരിക്കും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ രീതിയിൽ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോക്കുണ്ട് അല്ലെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്വാജല്ലി തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് എന്താണ് സമാധാനം അടിയാൻ വേണ്ടി ഇണകളെ സൃഷ്ടിച്ചു. ഇണകളെ എന്നാ പറഞ്ഞത്, ഒരു ഭാര്യ ഭർത്താവ് എന്ന് അല്ലാഹു പറയുന്നില്ല അല്ലെ. അപ്പൊ അത്ര പോലും ആ വിഷയത്തിലൊന്നും തന്നെ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടാണ് അല്ലെ. സ്നേഹം വാരിക്കോരി ലഭിക്കുവാന് അല്ലെ, അവര് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവര് മുന്നേറുവാൻ അല്ലെ. നമ്മളെ എല്ലാവരും താല്പര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയും പോലെ നമ്മളെ ഭർത്താവ് കേൾക്കണം, എപ്പോഴും വീട്ടിൽ പോകാൻ ചോദിച്ചാൽ സമ്മതിക്കണം, നമ്മള് ഫാമിലിനോടായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കണം. അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നേടിയെടുക്കാൻ ഒരു ചെറിയ സിമ്പിൾ ട്രിക്ക് ഉണ്ട്, എന്നാന്ന് പറഞ്ഞുതരാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ കൈകാര്യം ചെയ്യുന്ന ഉമ്മമാർ നമുക്കിടയിലുണ്ട് അല്ലെ. ഇതൊന്നും തന്നെ കോഴ്സ് പഠിച്ചിട്ടോ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാണ്ട് എത്ര ഭർത്താവിനെ കണ്ണിമക്കനിയായിട്ട് സ്നേഹിച്ച് നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നു, നമ്മളെ സുഹൈൽ ചുങ്കത്തറിന്റെ നാട്ടിൽ. സുഹൈൽ ചുങ്കത്തറ മൗലവിന്റെ ഒരു കസിനായിരുന്നു എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് അവിടെ പോകുമ്പോൾ ഞാൻ അന്ന് സ്റ്റാർട്ടിങ് ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടി. അവിടെ തന്നെയാണല്ലോ നമ്മളെ മറ്റേ അലി ഷാക്കിർ മുണ്ടേരിയൊക്കെ പ്രഗത്ഭ പണ്ഡിതന്മാര് ജനിച്ച നാട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെയാ ക്ലാസ് എടുക്കാന്ന് എനിക്ക്. അതുപോലെ അൻസാർ നന്മണ്ണന്റെ നാട്ടിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നമ്മൾ എന്താ പറയാന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ പോയി അവിടെ ക്ലാസ് എടുത്തപ്പോ അവിടെ ഉണ്ട് ഒരു ഉമ്മ, എന്നെ വിളിക്കും മൈമൂൻത്താന്ന് ആ പേര്. ഭയങ്കര കുറച്ച് നല്ല ഏജ്ഡ് പെണ്ണുങ്ങളാ, കാലൊക്കെ മാറ്റി വെച്ച ഹസ്ബൻഡ് വൈഫുണ്ട്, നല്ലൊരു ഹസ്ബൻഡാണ്. എന്തൊരു സ്നേഹത്തിലാണ് അവര്, അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഞാൻ അന്തം വിട്ടുപോയി. ഭയങ്കര ഏജിലും മക്കളെ അടുത്തൊക്കെ പോയി താമസിക്കാണ്, രണ്ടാളും പോകും. എന്നിട്ട് ഇങ്ങനെ രണ്ട് കസാലമേൽ കൊലായിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് നല്ല നല്ല വർത്താനങ്ങളും പറഞ്ഞ് ഞാൻ ഒരു മാസത്തിൽ ഒരിക്കൽ തന്നെങ്കിലും വിളിക്കാണ്ടിരിക്കൂല, അത്രയും നല്ല. അപ്പൊ ഇവരൊന്നും ഇതിന്റെ കോഴ്സ് എടുത്തിട്ടോ സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ ഒന്നും പഠിച്ചില്ല. ഇവർക്ക് ഇൻബിൽറ്റ് ആയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് വേണം പറയാം അല്ലെ. ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എന്നെ പര്യാപ്തമാക്കിയ വിഷയം എന്താണെന്ന് നിനക്കറിയാം. ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളാണ്, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ എക്സ്പെർട്ട് ആയത്. അതായത് അനുഭവമേ ഗുരു എന്നറിയാം അല്ലെ. ഈ അനുഭവം ഇല്ലാത്തവർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തായി പറയുന്നതെന്ന് തോന്നിപ്പോ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത്.
പിന്നെ ചില അമ്മായിയമ്മമാരുണ്ട് അല്ലെ, ഉമ്മയും മകനും ഭയങ്കര ലോക്യത്തിലായിരിക്കും. ഭാര്യനെ ഓൻ എന്തെങ്കിലും സ്നേഹിക്കുന്ന നല്ലൊരു വാക്ക് പറയുമ്പത്തേന് തപ്പം തള്ളക്ക് കലി വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉമ്മമാരെ നമുക്ക് കൈകാര്യം, എല്ലാ ടൈപ്പ് ഉണ്ട്, മൾട്ടി വെറൈറ്റി ഉമ്മമാരും ഹസ്ബൻഡുമാരും. ഈ കല്യാണം കഴിച്ചിരുന്ന കുട്ടികളെ അവരെ മാത്രം കുറ്റം പറയണ, കല്യാണം കഴിച്ചിരുന്ന കുട്ടികൾ പല ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സിനൊക്കെ നമ്മൾ എങ്ങനെ വിവിധ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ വിഷയം തന്നെയാണ് അല്ലെ. അപ്പൊ അതായത് ടോക്കിംഗ് ഓപ്പൺലി ടു ഈച്ച് അതർ, പരസ്പരം വളരെ ഹൃദയം തുറന്ന് നല്ല രീതിയിൽ ഹൃദയം തുറന്ന് സംസാരിക്കാന്ന് പറയുന്നതിന്റെ അർത്ഥത്തിൽ ഇതില്ല കേട്ടോ. എന്തില്ല, മറ്റേ അല്ല, നമ്മളെ പണ്ട് കാലത്തുണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഹസ്ബൻഡുമാരോട് പറഞ്ഞെടുക്കാന്നുള്ള ഒരു തോട്ട് അതിലില്ല. അത് പിന്നെ വീണ്ടും വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പറയാം അല്ലെ. ആക്സെപ്റ്റിങ് ഈച്ച് അതർ, രണ്ടുപേരും പരസ്പരം പിന്നെ എന്താക്കുക, സ്വീകരിക്കുക. അത് ചിലപ്പോൾ കറുത്തിട്ടായിരിക്കും, നീണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ വെളുത്തിട്ടായിരിക്കും, ചിലപ്പോൾ പൈസ അനിയത്തിന്റെ ഹസ്ബൻഡിന് അത്ര പൈസ ഉണ്ടാവില്ല, അനിയത്തിന്റെ ഉദാഹരണം അത്ര കാർ ഉണ്ടാവില്ല. അതൊക്കെ എനിക്ക് അള്ളാഹു ഇതാണ് വിധിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം അല്ലെ. പിന്നെ അധിക വീട്ടിലും ഇൻലോസ് പ്രോബ്ലം ആണ്, അമ്മായിയമ്മ നാത്തൂൻ പ്രശ്നങ്ങൾ. ഈ നാത്തൂന് വീട്ടിൽ നിൽക്കണമെന്നില്ല, എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാലും മതി, പ്രശ്നം ഉണ്ടാക്കാൻ അതും ധാരാളം മതി അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം. പിന്നെ സാമ്പത്തിക ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പിന്നെ മക്കള് പ്രശ്നം അല്ലെ, ചില മക്കളും ഭയങ്കര പ്രശ്നക്കാരാണ്, ചില ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. പിന്നെ സ്നേഹമില്ലായ്മ, പിന്നെ സെക്ഷൽ ഫോൾട്ട്സ്, ഒരുപാട് സെക്ഷലി പ്രശ്നത്തിന്റെ മെയിൻ സ്റ്റാർട്ടിങ് തന്നെ സെക്ഷലിൽ നിന്നാണ് തുടങ്ങുക. അത് അവര് പറയൂലെന്ന് മാത്രം അല്ലെ. ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ വരെ അധികം ആളുകൾ പറയുന്നില്ല. അപ്പം ഈ സെക്ഷൽ അപാകതകൾ ഉണ്ടെങ്കിൽ പോലും ലോകത്തിന് അള്ളാഹു സൈക്കോളജിയിൽ പറയുന്നുണ്ട്, എവരി ലോക്ക് ഹാസ് എ കീ എന്നാ പറയാ. അതായത് എല്ലാ ലോക്കിനും താക്കോലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കോ എന്റെ പ്രശ്നം വലിയ പ്രശ്നം, നിങ്ങളൊന്ന് കേട്ടു നോക്കണ്ടെന്നാണ്. പക്ഷെ എന്നെക്കാളും വലിയ പ്രശ്നം പലർക്കും ഉണ്ടാവും അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം അല്ലെ. ലോകത്തിൽ സമാനമായ പല കേസുകളും ഉണ്ട്, പഠനവും ഉണ്ട്. എന്നാൽ ലോകത്തിൽ എല്ലാ വിഷയത്തിനും കോഴ്സുകൾ ഉണ്ട് അല്ലെ. എന്താണ് SLC കഴിഞ്ഞാൽ ഡോക്ടർ ആവണോ, എഞ്ചിനീയറോ, ബയോടെക്നോളജി ആവണോ, നഴ്സ് ആവണോ, പിന്നെ വക്കീലാവണോ, ജഡ്ജ് ആവണോ, IAS ആവണോ, എങ്ങനെ പൊളിറ്റീഷ്യൻ ആവണോ, മറ്റേ എന്ത് വേണമെങ്കിലും എല്ലാറ്റിനും കോഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കോഴ്സും ഒരു വിദ്യാഭ്യാസവും ഒരു മുൻവിധിയും ഇല്ലാണ്ട് എടുത്ത് ചാടുന്ന വലിയൊരു മഹത്തായ പ്രൊജക്റ്റാണ് ഈ വിവാഹം അല്ലെ. അതിലേക്ക് നമ്മൾ ഒരു കോഴ്സ് ഇപ്പൊ ചുരുക്കം ചിലരൊക്കെ നടത്തുന്നുണ്ട് അല്ലെ, ഫാമിലി കൗൺസിൽ പിന്നെ ഇതൊക്കെ. പക്ഷെ അതിലൊന്നും കുട്ടികളൊന്നും അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് പിന്നെ പോയി കാണില്ല. അഥവാ ഇനി ആ ക്ലാസ്സുകളിലൊക്കെ പിന്നെ കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് പേരിന് പങ്കെടുക്കുമ്പോഴാണ് അതൊന്നും അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല എന്ന് വേണം അതിന്റെ സത്യാവസ്ഥ അല്ലെ. അപ്പോ ഒരു നോ റിഹേഴ്സൽ, നോ പ്രാക്ടീസ്, ഒരു തരത്തിലുള്ള ഒരു കോച്ചിങ്ങും ഇല്ലാണ്ടാണ് പലരും ലൈഫിലേക്ക് വരുന്നത്. ഈവൻ നമ്മുടെ ഉമ്മമാര് ഉപദേശിക്കുന്ന ഉമ്മമാര് തന്നെ അതിലേറെ അപകടമാണ്. ചില നല്ല പെൺകുട്ടികളെന്ന് വെച്ചോ, നല്ല ശമ്പളമുണ്ട്, നല്ല ഇതൊക്കെയാണ്, വീടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്ക് ഹസ്ബൻഡ് ഉണ്ടാവുന്ന ചില ഉമ്മമാര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓള് ഇങ്ങോട്ട് പോരുകയാണെ പോന്നോട്ടെ എന്നുള്ള മൂടുള്ള ഉമ്മമാര് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ ഇവരിങ്ങനെയെന്ന് വിചാരിച്ചു പോകും. കാരണം നമ്മുടെ കുട്ടികൾ നമ്മളെ സഹായിക്കുന്നതിലുപരി അവരവരുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് തോന്നാത്തിടത്ത് നമ്മൾ ചിലപ്പോൾ മിറാക്കിളായി തോന്നിയേക്കാം. അങ്ങനെ ഒരുപാട് ഫാമിലി സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാത്ത പലതും കേൾക്കും അല്ലെ. അങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലം, കുട്ടികളെ പ്രോബ്ലം, ലാക്ക് ഓഫ് ലവ്, സ്നേഹമില്ലായ്മ, സ്നേഹം പ്രകടിപ്പിക്കായ്മ അല്ലെ. പല ആണുങ്ങളെ ഉള്ളിലും സ്നേഹം ഉണ്ട്, പക്ഷെ അവര് കീശയിലിട്ട് പേഴ്സിലിട്ട് ഭദ്രമായി അടിച്ച് 500 നോട്ട് വെക്കും പോലെ വെച്ചിട്ട് നടക്കുകയാണ് അല്ലെ. ഒരിക്കലും പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് വേസ്റ്റ്, ടോട്ടൽ വേസ്റ്റാ. പ്രദർശിപ്പിക്കണം. ഈ അടുത്ത കാലം വരെയൊക്കെ ഞാൻ തന്നെ കുട്ടികളോട് കുറച്ച് ഹാർഷായിട്ടൊക്കെ പെരുമാറും, വേണമെങ്കിൽ തിന്നോ വേണ്ടെങ്കിൽ കുടിച്ചോ എന്നൊക്കെ ഉള്ള മൂടേനെ. അപ്പൊ ഞാൻ പിന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പോരാ, ഒരു ഉമ്മ എന്നുള്ള നിലക്ക്. ഇപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈവൻ അവരാണ് ഉണ്ടാക്കിയതെങ്കിൽ പോലും നീ തിന്നോ, നീ കുടിച്ചോ, കുട്ടികൾക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളെ ബന്ധത്തിനൊരു ഊട്ടിയുറപ്പിക്കൽ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ ഞാനൊക്കെ അവരെ പിന്നാലെ നടക്കും, അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിച്ചിട്ട്. വെച്ചാൽ വീട്ടിലെ ജോലികൾ ചെയ്യാനല്ല, പക്ഷെ അവർക്ക് മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്ന രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വേറൊരു വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ സം പീപ്പിൾസ് ആർ വിൽ ബേൺഡ് ബൈ ഹൗസ് ഹോൾഡ്
പിന്നെ ഷോർട്സില്, അതായത് വീട്ടുജോലികൾ എന്ന് പറയുന്ന ചിലർക്ക് ഭയങ്കര ഭാരമാണ് അല്ലെ. ആ ഭാരമുള്ള ജോലികളെ ലഘൂകരിക്കുന്നുണ്ട് ടിപ്സ്. കാരണം നമ്മൾ അങ്ങനെ ഭാരമാക്കി എടുത്തിട്ടാണ് ഭാരമാകുന്നത്. ബിക്കോസ് അതായത് പലരുടെയും പണികൾ നമ്മൾ ഒറ്റക്ക് എടുക്കുന്നുണ്ടാവൂലേ, അങ്ങനെയാണ് ഭാരം വരുന്നത്. അങ്ങനെ പല സഹോദരിമാരും ഇങ്ങനെ എടുത്തെടുത്ത് അനിയൻ കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് മനസ്സിലായതാ ഇങ്ങനെ ഒന്ന് എടുക്കണ്ടേനു എന്നുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, എന്താ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോയ്സും വ്യത്യസ്തമായ വിധികളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനോഹരമായ സുപ്രധാനമായ പല വിധികളും കദറുകളും നമുക്ക് ഓരോരുത്തർക്കും. ഉമ്മക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 ടൈപ്പ്, 16 മക്കളുണ്ടെങ്കിൽ 16 ടൈപ്പ് വിധിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി വിടുക. അത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ സക്സസും ഫെയിലറും അല്ലെ. പിന്നെ ചില പെണ്ണുങ്ങളാണെങ്കിൽ തീരെ, സം പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് അറ്റ് ഓൾ അല്ലെ. സെക്സ് എന്ന് പറയുന്നവർക്ക് കേട്ടുകൂടാ അല്ലെ. ചിലപ്പം മേ ബി അവർക്ക് കുളിക്കുന്ന മടിയായിരിക്കും, അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു വെറുപ്പായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ എന്താ തഹജ്ജുദായിരിക്കും കാരണം അല്ലെ. ഇതൊക്കെ തന്നെയും വൈവാഹിക ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് ഒരു സ്ത്രീയെ തേടി പോകാനും നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കുന്നതാണ് അല്ലെ. എല്ലാറ്റിന്റെയും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഡു യു നോ വാട്ട് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇസ് അബവ് ഓൾ? ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിൽ ഒന്ന് ഹാൻഡ്സപ്പ് ചെയ്യാം. ആർക്കെങ്കിലും അറിയോ എന്താണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം? ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് അറിയോ? അതായത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, പലർക്കും ഉണ്ട്. ഈ പ്രശ്നത്തിന്റെ ഒക്കെ പുറകിലുള്ള എന്താ വെച്ചാൽ ഒന്ന് ദുആ എന്ന് പറയുന്നത്, നമുക്കൊരു പ്രശ്നമുണ്ട്, ദുആ എന്ന് പറഞ്ഞാൽ ഇന്ന് ദുആ ചെയ്തിട്ട് നാളെ കിട്ടണം അല്ലെ. അതായത് റെഡിമെയ്ഡ് ആൻസർ ആയിരിക്കണം. അത് നമുക്ക് അള്ളാഹ് തരുമോ? ഇല്ല. അള്ളാഹു എന്താക്കുമെന്ന് വെച്ചാല് നമ്മളെ കുറെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി കരഞ്ഞ് കുറെ, ഇപ്പം തന്നെ ഒരു ഡിവോഴ്സ് കേസ് വന്നെന്ന് വിചാരിച്ചോളെ, നിങ്ങൾ നോക്കി എത്ര ആളുകളാണ് അതിൽ സംസാരിക്കുക, എത്ര ഫോൺ കോളുകൾ, എത്ര മീറ്റിങ്ങുകൾ, എത്ര ഡിസ്കഷൻസിലെ 40 സഹാബിമാരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടുമെന്ന് പണ്ട് ഉമ്മ പറയുന്നേക്കാം, അള്ളാഹു ആലം അല്ലെ. അത്രയും കഷ്ടപ്പെട്ട് സംഭവം ഡിവോഴ്സാണ്, എന്തോ കൊടുക്കാനുള്ള കൊടുത്ത്. ഇന്ന് പണെങ്കിൽ നാളെ അത് തരുമോ? ഇല്ല. അതിൻ്റെതായ ഒരു കാലത, ചിലപ്പോ 2 കൊല്ലം, ചിലപ്പോ 3 കൊല്ലം, ചിലപ്പോ 10 കൊല്ലം, ചിലപ്പോ കുട്ടികളെ കല്യാണം കഴിച്ചാലും ഉമ്മന്റെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവില്ല, എപ്പോ വന്നിട്ടുണ്ടാവില്ല അല്ലെ. അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാറ്റിനും അതിനെന്താണ് എന്തോ ഒരു ഇതുണ്ടല്ലോ പറയല, അതുപോലെ അതിനൊരു സമയമുണ്ട് അല്ലെ. അത് ഹിന്ദുക്കളെ പോലും അവരെ സംസാരത്തിലൊക്കെ പറയും അതിന് സമയം, ദൈവത്തിന്റെ സമയമായിട്ടില്ല എന്നറിയില്ലേ. അപ്പൊ അതുപോലെ നമുക്കൊരു സമയമുണ്ട്, അതിന് വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് ആൻസപ്പ് ചെയ്തോളൂ. രണ്ടാമത്തെ ഒരു ചെറിയ ട്വിസ്റ്റ്, ചെറിയൊരു ടെക്നിക്കാണ്, പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാം? അതായത് ദുആ ചെയ്യണം എന്ന് പറഞ്ഞത് തന്നെ എന്താന്ന് വെച്ചാൽ, ദുആ എന്ന് പറയുന്നത് ദുആ എപ്പം ചെയ്യണം, ആരോട് ചെയ്യണം, എങ്ങനെ ചെയ്യണം അല്ലെ എന്നുള്ളതിനും നമുക്കൊരു ക്ലാരിറ്റി ഇല്ല അല്ലെ. നമ്മൾ കാണുന്നവരോടൊക്കെ പറയും നമുക്ക് പഠിച്ചോനോ എങ്ങനെയാണ് എന്റെ പ്രശ്നം അല്ലെ, എനിക്കതൊരു സറാഹത്താകുന്നു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ, കാണുന്നവരോടൊക്കെ പറയും. പക്ഷെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും നോ എന്നായിരിക്കും അതിന്റെ ആൻസർ കിട്ടുക അല്ലെ. പലരും ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കണ്ട വിഷയങ്ങളിൽ നമ്മൾ എപ്പോ ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം, അത് എപ്പോഴായിരിക്കും കിട്ടുന്നത്? വക്കാനൽ ഇൻസാന അജൂല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മനുഷ്യൻ ധൃതി കൂട്ടുന്ന സ്വഭാവക്കാരൻ അല്ലെ. വക്കാനൽ ഇൻസാനു കത്തൂറ എന്നും പറയുന്നുണ്ട്, മനുഷ്യൻ വളരെ പിശുക്കനാകുന്നു. ഇതൊക്കെ ഖുർആൻ പറയുന്ന അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ ആകരുത് അല്ലെ. രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല്, ഒന്ന് ദുആ തന്നെ. രണ്ടാമത്തെ വെച്ചാല്, അതായത് നമ്മൾ എങ്ങനെ നമ്മളോട് പെരുമാറാൻ വിട്ടുവീഴ്ച മാത്രല്ല, അതായത് നമ്മൾ എങ്ങനെ ഭർത്താവ് എന്നോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അതാണ്, നമുക്ക് പോകാൻ ഇഷ്ടമുള്ള ഇടത്തിലൊക്കെ പോകണം, അല്ലെങ്കിൽ പറഞ്ഞാൽ വാങ്ങിത്തരണം, അല്ലെങ്കിൽ വേറെ മൂപ്പരെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും അല്ലേ, ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, പലർക്കും പല ഡിമാൻഡ്സ് ആയിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതൊക്കെ നടക്കണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവര് പറയുന്നൊക്കെ അനുസരിച്ച് കൊടുത്തേക്ക. അവർ പറയുന്നത് ഇത് ഏറ്റവും വലിയ സൂപ്പർ ടെക്നിക്കാണ്. ആ ഒരു ക്വാളിറ്റിയിലൂടെ നമുക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറയണം. പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല അല്ലെ. അപ്പൊ അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ എന്താ ഗുണം? സ്വർഗത്തിലെ 8 വാതിലുകളും നമുക്ക് തുറപ്പിക്കാം. ഫുത്തിഹത്ത് ലഹു അബുവാബു സമാഅത്ത് വൽ ജന്നത്തി സമാനിയ, 8 വാതിലുകളും തുറക്കും. അയ്യുഹാഷ അല്ലെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലെ കൂടെ കേറാം അല്ലെ. അതിന് ഒരുപാട് നമ്മളെ തന്നെ നമ്മൾ മെരുക്കേണ്ടതുണ്ട്. ഈ മിനിറ്റ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ടായില്ല. ഇപ്പൊ നമ്മൾ ഈ കോഴ്സിൽ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് എല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സെഷനുകളായിരിക്കും. അതിപ്പോ 30 ആളോ 40 ആളോ അതിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താ പേഴ്സണലി ഒരു ആഴ്ചയിൽ 3 ക്വസ്റ്റ്യൻസിനായിരിക്കും ആൻസർ ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പിന്നെ സെഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മോസിന് ഒരു സെഷൻ എടുക്കുമ്പോൾ ഈ കേട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ആര് പ്രശ്നമാണ് പറയുന്നത് അല്ലെ, എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പറഞ്ഞിരുന്ന ആര് പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാവില്ല. ആ രീതിയിലായിരിക്കും പറഞ്ഞു തരിക. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കും പഠിക്കാം. നിങ്ങൾ ഈ ഫീസ് കൊടുത്ത് ചേർന്നുകൊണ്ട് നിങ്ങൾക്കും ഇതിന്റെ സൊല്യൂഷൻ കണ്ടെടുക്കാം. നിങ്ങളെ കുട്ടികൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, നിങ്ങളെ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അത് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ലേഡീസ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ജീവിയാണ്. ആണുങ്ങളെ പോലെയല്ല, അവർക്ക് ഭയങ്കര ഇമോഷണലാ, അടിമുടി ഇമോഷണലാ. സ്നേഹമാണെങ്കിൽ ഒടുക്കത്തെ സ്നേഹമാണ്. അത് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നല്ലോണം ഫീൽ ചെയ്യും. എക്സ്ട്രീമെൻസ് എന്നാണ് പറയുന്നത്. അതായത് ലവ് ആണെങ്കിൽ അങ്ങനെ, ദേഷ്യമാണെങ്കിലും അങ്ങനെ, പിണക്കാണെങ്കിലും അങ്ങനെ അല്ലെ. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഒരാണുങ്ങളാണെങ്കിൽ അവര് ഒരു സെറ്റ് ഒന്ന് നിന്ന് ഭാര്യക്ക് എന്തെങ്കിലും സുഖമില്ല എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഉറക്കം ചെയ്യാൻ, നീ അവിടെ ഒന്ന് നിന്നോ, നമുക്ക് റൂം എടുക്കാം, ഞാനും കൂടെ വരാം. എന്നാലും അവർക്ക് ഭാര്യമാര് കൂടെ വേണം. അവർ ഉറക്കം ഒഴിയുമായിരിക്കും, പക്ഷെ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നില്ല അല്ലെ. അപ്പം എല്ലാ കോഴ്സുകളും നമുക്കറിയാം. കിച്ചണില് ഒറ്റ ടൈമിൽ കടല അടുപ്പത്ത് വെക്കും, പെട്ട് ചൂടവും. വേറൊരു കുട്ടി ഉണ്ടാവും എണീറ്റ് ടോയ്ലറ്റിൽ പോയി അതിന് പല്ല് തേച്ചു കൊടുക്കും. ഉമ്മ ഉണ്ടാവും വിളിക്കുന്നു, ഷുഗറിന്റെ ഗുളിക കുടിക്കേണ്ടതാണ് മോളെ, എനിക്ക് ചായ കൊണ്ടാ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ്. ഭർത്താവ് വിളിക്കും, സോക്സ് കാണുന്നില്ല. പാൽക്കാരൻ വന്നിട്ട് പാത്രം ചോദിക്കുന്നുണ്ടാവും. പിന്നെ പേപ്പറുകാരൻ വേറെ എന്തിനും വിളിക്കുന്നുണ്ടാവും. അപ്പൊ അമ്മായി ഇന്ന് വൈകുന്നേരം അവിടെ പോകുമ്പോ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കാൻ അമ്മായി വിളിക്കുന്നുണ്ടാവും. ഇപ്പുറം തേങ്ങ വലിക്കാരൻ വന്നിട്ടുണ്ടാവും, മോട്ടർ ഇട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകൾ അല്ലെ. സ്ത്രീകൾ ചെയ്യുമ്പോൾ ഒരാൾക്കും ചെയ്യാൻ പറ്റൂല അല്ലെ. ഭയങ്കര മിറാക്കിളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ കുറിച്ചൊന്നും നമുക്കൊട്ടും ഒന്നും അറിയില്ല എന്ന് വേണം പറയാം. അപ്പൊ ഞാനിന്നിപ്പോ നന്നായി സംസാരിക്കുന്ന ഒരു സിസ്റ്റർ അടുത്ത് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചേരും നമ്മളെ ഗ്രൂപ്പിൽ, നിങ്ങൾക്കൊക്കെ നല്ലോണം സംസാരിക്കാൻ പറ്റും. എന്നാലും അവര് പറയും എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അപ്പൊ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സപ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണോ, എണീക്കരുത് എന്നും പറഞ്ഞ് കാലിന്റെ അടിയിൽ നമ്മൾ വേറെ ആരും അല്ല അല്ലെ. റെക്കോർഡിംഗ് ഉണ്ടാവും അല്ലെ. വേറെ ആരും അല്ല നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതോ ചീത്ത വിളിക്കുന്നൊന്നും നമ്മളെ അമ്മായിയമ്മയും നാത്തൂനും ഒന്നല്ല, നമ്മൾ തന്നെ നമ്മളെ അല്ലെ. അങ്ങനെ എത്ര കുട്ടികളാണ് ഞാൻ മെരുക്കി വിട്ടത്. ഞാനൊന്നല്ല മുന്തസ്ഥാനിക്ക് മിണ്ടാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ആദ്യത്തെ 3 ദിവസം അവര് വീഡിയോ ഓൺ ആക്കൂല, പിന്നെ അവര് വീഡിയോ ഓൺ ആക്കി കൂളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് ആര് പറഞ്ഞ നിങ്ങൾ എവിടെ? അല്ലല്ലത് ഞാൻ ഒറ്റക്ക് എഴുതി എമ്മാതിരി സ്ക്രിപ്റ്റ് എഴുതി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള പല കഴിവുകളെയും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിങ്ങനെ വെച്ചതാണ് താത്തി. അതിനെ സംസാരിച്ച് പുച്ഛിച്ച് ഞാനൊന്നിനും കൊള്ളൂല. അതാണ് നമ്മൾ ഏറ്റവും വലിയ വിഷയം അല്ലെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഈ ഗ്രൂപ്പിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഈ കോഴ്സ് ഓപ്പൺ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ പാരന്റിങ്ങിനെ കുറിച്ചിട്ട് ടോക്സിക് പാരന്റ്സും ഉണ്ട്, മറ്റേ പാരന്റ്സും ഉണ്ട് അല്ലെ. അപ്പൊ ടോക്സിക് പാരന്റ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പാരന്റ്സ്, അതായത് ഒരു മോഡൽ ഐഡിയൽ പാരന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇത് ചോദിക്കുന്ന ഇൻഷാ അല്ലാഹ് ഇതിൽ ഗ്രാജുവലി ആ വിഷയങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ അപ്പൊ ഒരു ചെറിയൊരു ട്വിസ്റ്റ് മതി അല്ലെ. ഭാര്യ നമ്മളിപ്പോ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അതിന്റെ ഒരു സ്പാർക്ക്, അതിന്റെ ഒരു ലൈറ്റ്, അതിന്റെ ഒരു പ്രകാശം, അതിന്റെ ഒരു ഇത് നമ്മളെ വീട്ടിലുണ്ടാകും അല്ലെ. അതായത് ഒരു ഫാമിലിയിൽ 4-5 മക്കളാണ്, അവരൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളായിട്ട് മക്കളൊക്കെ പോയതാണ്. ഉമ്മ അവരെ പറഞ്ഞു വിട്ടത് നീ പഠിച്ചിട്ട് വാ, ജോലി ചെയ്തിട്ട് വാ. എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒരു കുട്ടികൾ ഇങ്ങനെ പറയും, അമ്മനെ കുറിച്ച് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, അപ്പനെ കുറിച്ചില്ല, എല്ലാം സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് അൽഹംദുലില്ലാഹ് റാഹത്താണ്, നിങ്ങൾ ഇങ്ങനെ സോഷ്യലി ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചില മക്കളാണ് എന്താക്കുന്നത്, ഉമ്മ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ആ കാർ എടുക്കരുത്, ഈ സ്കൂട്ടർ എടുക്കരുത് എന്നും പറഞ്ഞിട്ട് പിടിച്ചു വെക്കുന്ന മക്കളും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ സപ്രസ് ചെയ്യുന്ന മക്കളായിരിക്കാം അല്ലെ. അപ്പം അങ്ങനെ ആ ഫാമിലിയിൽ നല്ല സമാധാനവും സന്തോഷം. അവര് പറയും നമുക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവായി പോകുന്നത് കൊണ്ട്,
ഉണ്ട് അല്ലേ. അങ്ങനെ ഓരോ ഫാമിലിയിലും നമ്മളൊക്കെ ഫാമിലിയിൽ നമ്മളെ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നതായിരിക്കണം. പിന്നെ എബവ് 40 ആകുമ്പോഴത്തേ തന്നെ ഇന്ന് പലരിലും പല 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 അസുഖങ്ങളുടെ ഒരു എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ ഒരു ചാട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിൽ നിന്നും മോചനം ലഭിക്കണോ? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾ നമ്മൾ നമ്മുടെ സ്വർഗം 40 ഏജ് എബോ ആകുമ്പോഴത്തേ പിന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് അതിന് മുമ്പേ ഓടണ്ടെന്നല്ല, അപ്പോഴത്തേക്ക് നമ്മൾ ഓടിത്തുടങ്ങണം. നമ്മളെ കുട്ടികളെ റെസ്പോൺസിബിൾ ആയിട്ട് വളർത്താനും പഠിക്കണം അല്ലെ. അത് അവർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, അവരങ്ങ് പോയിക്കോളും ഒരു പോക്ക് അല്ലെ. ഹൈ സ്പീഡായിട്ട് അവർ പോകും അല്ലെ. അതിനുള്ള സൂത്രങ്ങളൊക്കെയാണ് ഈ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഒരു വിവരമില്ലാത്ത ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരൊക്കെ ലൈഫ് സുന്ദരമായി കൊണ്ട്, എന്നാൽ ഒരുപാട് ഭംഗി ഉണ്ടായിട്ടും ഒരുപാട് പൈസ ഉണ്ടായിട്ടും ഒരുപാട് ഖുർആൻ പഠിച്ചത്, ഖുർആനെ ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല കേട്ടോ, നമ്മൾ ബീഹാരികൾ ഖുർആൻ പഠിച്ച പോലെ ഖുർആൻ പഠിച്ച നമ്മളെ ലൈഫിൽ ഖുർആൻ ഒരു മാറ്റം തദബ്ബറോട് കൂടി തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അല്ലെ, ഉണ്ടായിട്ടും IAS ആയിട്ടും CA ആയിട്ടും ഒന്നും കാര്യമില്ല. ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് അറിഞ്ഞിരിക്കന്നെ വേണം അല്ലേ. ഇതാണ് നമ്മൾ ഈ 3 മാസത്തെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഇനിയിപ്പം മോശമായ അമ്മായിയമ്മ ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ആണെങ്കിൽ പോലും നമ്മുടെ സിനാരിയോ തന്നെ മൊത്തത്തിൽ ടോട്ടലി മാറി മറിയുന്നതായിട്ട് കാണാം അല്ലെ. ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല ഉമ്മാന്റെ മടിത്തട്ട്, എ ചൈൽഡ് ഫസ്റ്റ് ടു സ്കൂൾ ഇൻ ഹിസ് മദേഴ്സ് ലാപ്പ് എന്നാ പറയുന്നല്ലേ. ഉമ്മാന്റെ മടിത്തട്ടാണ്. ആ മടിത്തട്ട് നന്നാവാഞ്ഞാൽ, വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ, വീട്ടിലെപ്പോഴും കച്ചറയും പണക്കുകൾ ഉണ്ടായാൽ കുട്ടികൾ മെല്ലെ മെല്ലെ വിഡ്രോ ആവാൻ നോക്കൂലെ. എങ്ങനെയെങ്കിലും കോളേജിൽ പോവാ, സ്കൂളിൽ പോവാ, അല്ലെങ്കിൽ ഏതിനും ലൈൻ അടിക്കുക എന്നൊക്കെ. നമ്മൾ കുട്ടികൾ പോകുന്നതിന്റെ മെയിൻ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പിണക്കം തന്നെയാണ്. ഒരു കുട്ടി ഒരു കൗൺസിലിങ്ങിന് വന്നതാണ്, ഒരു മോനും ഒരു ഉമ്മയും. അങ്ങനെ കൗൺസിലിങ്ങിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തീർന്ന് പോകാൻ നേരത്ത് കുട്ടീനെ കൊണ്ട് എന്തൊക്കെയോ പാരന്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് കുട്ടീന്റെ തലയിലൊന്നും മുടിയില്ല. അന്നേരം പിന്നെ കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ പുറത്തൊന്നിരിക്കും, ഞാൻ കുട്ടീനോട് സംസാരിക്കട്ടെ. മോനെ വിളിച്ചു, മോനെ നിന്റെ മുടി എന്താ പറ്റിയത്? അത് പിന്നെ സാർ, ഞാൻ എന്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നം, ഉമ്മ ഉപ്പ അടിയോടടിയാ. ആ അടി നടക്കുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോ പല രീതിയിലാണ് പലരും റിയാക്ട് ചെയ്യാം കേട്ടോ. ചിലർ എന്തെങ്കിലും അടി കേട്ടാല് പിന്നെ റൂമിൽ പോയി വാലാക്കും, ചിലർ ചീത്ത പറയും, ചിലരുടെ മനസ്സാകെ ഡള്ള, ചിലർക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇങ്ങനെ കുട്ടികളാണ് ഇതിന്റെ അത് കുട്ടികളാണ് ഇതിന്റെ ഇരകൾ. ഞാൻ ഉപ്പയുമേ ചീത്ത പറയുന്ന കേട്ടോ, ദേഷ്യം പിടിച്ചിട്ട് മുടിങ്ങനെ പിഴുതെടുക്കൂ, അങ്ങനെ പറിച്ച് സുബ്ഹാനല്ലാഹ്. കുട്ടിന്റെ തല നോക്കുമ്പോൾ എല്ലാം കൂടി പിന്നെ പുൽമേട്ടിൽ ആട് കയറിയ പോലെ, അവിടെ ഇവിടെയൊക്കെ ആടില തിന്ന പോലെ ആക്കി വെച്ചിരിക്കുന്നു. ഭയങ്കര സങ്കടം തോന്നി. ആ ഡോക്ടർ പറയാം, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാരന്റ്സ് ഉണ്ടോ? ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചില്ലറ പ്രശ്നങ്ങളായിരിക്കും. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ഈ കോഴ്സിൽ ആരെയും നിർബന്ധിച്ച് ചേർക്കാനൊന്നും പറ്റൂല, പെയ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അവസാനം ഇതിന്റെ റിഫ്ലക്ഷൻസ് പറയിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോഴ്സ് നമുക്കൊരു 15 വയസ്സിന് മുമ്പേ, കാരണം നമ്മളൊക്കെ ഓൾറെഡി, ഞാനൊക്കെ 15 വയസ്സിന് മുമ്പേ കല്യാണം കഴിച്ചാളാ, അതിന് മുമ്പേ കഴിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അതിന് ശേഷം കഴിച്ച. പക്ഷെ ഈ പിന്നെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ പിന്നെ പാരന്റിങ്ങിനെ കുറിച്ചിട്ടോ നമ്മുടെ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ബ്യൂട്ടിഫുൾ ഫുൾ ഒരു സിനാരിയോനെ കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ഒന്നും ചിന്തിക്കാത്തൊരു പ്രായത്തിലാണ് നമ്മളെ പിടിച്ച് കല്യാണം കഴിച്ചത്. നമുക്ക് അതിനൊരു മുൻ ധാരണയും ഇല്ലായിരുന്നു അല്ലെ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഈ കോഴ്സ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതിന് പണ്ടേ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ഇത് കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതാണെങ്കിൽ ഓപ്പൺ സർക്കിൾ ഒരു ഡിസ്കഷൻ വെക്കും, അന്നേരം നമുക്ക് പറയാം. ചില വിഷയങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയാലോ, അത് പറഞ്ഞു. ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തത് ഈവൻ നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പിൽ സെക്ഷൽ അപ്രോച്ചും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ഏജ്ഡ് അഡൾട്ട്സ് ഒക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും സംസാരിച്ചു കൂടാ. ഇത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ഓവറോൾ ബോഡീനെ സംബന്ധിക്കുന്നതാവട്ടെ, ഇമോഷണൽ ആവട്ടെ, നമ്മുടെ ഫാമിലി സർക്കിൾ ആവട്ടെ, ഈവൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ അയൽവാസി, എന്റെ നെയ്ബർ ആയിരിക്കാം ചിലപ്പോൾ എന്റെ പ്രശ്നം അല്ലെ, എന്റെ ഹസ്ബൻഡിനായിട്ട് എന്തോ ബന്ധം, അവരെ കാണുമ്പോൾ ചിരിക്കുന്നത്, അങ്ങനെ പല പല രീതിയിലുള്ള, അതായത് പിന്നെ വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ പല ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യാം. ഇത്തരം ഒരു കോഴ്സ് ഞാൻ കുറെ മനസ്സിൽ ഉദ്ദേശിച്ചതായിരുന്നു. ഇപ്പൊ ഇതിന്റെ
പിന്നെ നമ്മളെ മൗസിനെ തന്നെ മുൻകൈ എടുത്ത് കയറിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇത് നമ്മൾ രണ്ടാളും തന്നെ കൂടി ലീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട്, തൗഫീഖ് കൊണ്ട് ഇനിയും ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യാനും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് വിവരം എത്തിക്കുവാനും സാധിക്കുമാറാട്ടെ. സർവശക്തനായ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിലും വർഷിക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും സ്നേഹം ലഭിക്കുന്ന നല്ല സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ സത്യവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ കറമുറ ഭാര്യ ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭർത്താവിന്റെ തൃപ്തി കിട്ടാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്? നോ, നെവർ, ഒരിക്കലുമില്ല. അപ്പൊ അത് സമ്പാദിക്കണമെങ്കിൽ മാത്രമല്ല മനസ്സിന് സമാധാനം കിട്ടൂ, സന്തോഷം കിട്ടൂ, ചെലവ് കുറയും, നമ്മൾ ആകെ ടോട്ടലി നമ്മളെ ഏജ് കുറയും, രോഗം കുറയും, ഒരുപാട്. ഞാനൊരു ചെറിയ സിംറ്റം പറഞ്ഞുതരാം. എനിക്ക് ഇതിന്റെ മുമ്പ് 2-3 കൊല്ലം മുമ്പ് കണ്ണൂർ ഭാഗത്തുനിന്ന് ഒരു കോള് വന്നു. അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞവൾ കുറേ ഭാഗത്ത് ഒരാളുടെ ഹസ്ബൻഡിന്റെ കുറ്റങ്ങളാണ് ഈ ലേഡി പറയുന്നത് ആയിരിക്കാം മേ ബി. അപ്പൊ അതൊക്കെ കേട്ടപ്പോ നമുക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച ഉണ്ടല്ലോ, നമ്മൾ സൈക്കോളജി കൗൺസിലിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ആളെ കണ്ടാൽ തന്നെ അവര് വർത്താനം പറയുന്നത് കൊടുക്കുമ്പോൾ നമുക്കറിയാം. നമ്മളെ ഉമ്മ പറയുന്നൊക്കെ പണ്ട് പശു വാല് പൊന്തിച്ചാൽ അറിയാം 1-നോ 2-നോ ആണെന്ന്, അതുപോലെ നമുക്കറിയാം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എന്തോ ഒരു കോലത്തിലാണോ നടക്കല? ചെറിയ ഏജാണ് കേട്ടോ, 35-40 ആയിട്ടുള്ള. ഞാൻ എന്തോ ഒരു ഇതില് എന്തൊക്കെയോ സൂക്കടിന്റെ കാര്യം. ഈ സൂക്കട് എനിക്കിപ്പോ കൊറോണ കഴിഞ്ഞ് മൂപ്പര് നാട്ടില് വന്നേരെ അങ്ങനെ ഒരുപാട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ കുട്ടീന്റെ ഹസ്ബൻഡ് പിന്നെ പുതിയാപ്പിളിനെ അന്വേഷിക്കുന്നില്ല, 18-19 വയസ്സൊക്കെ അയക്കുന്നത്, അതുകൊണ്ട് അന്വേഷിക്കുന്നില്ലാന്നും പറഞ്ഞ അയാൾ തലക്കിടപ്പ്. ഞാൻ ചോദിച്ചു അയാൾക്ക് എന്താ ജോലിയൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ കണ്ണൂർ സിസ്റ്റം അനുസരിച്ച് ജോലി ഇല്ലാണ്ട് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് അയക്കാൻ പറ്റില്ല, നല്ല 1-ാം നമ്പർ അറവാണോ, പൊന്ന് സാരി അങ്ങനെ കണ്ട എല്ലാം വേണമല്ലോ. നമ്മള് മറ്റുള്ളവർക്കാണെങ്കിൽ കെട്ടിച്ചു വിടാന്ന് വിചാരിക്കുക. അപ്പൊ അതൊക്കെ വേണ്ടേ, ലക്ഷങ്ങൾ വേണ്ട. അന്ന് നിത്യജീവിതത്തിന് വകയില്ല എന്നാ പറയുന്നത്. അത്രക്ക് മോശമാണ്. അവൾക്ക് ഫോണിൽ റീചാർജ് ചെയ്യുന്ന പോലും നമ്മളെ വീട്ടുകാർ അത്രക്ക് ഇങ്ങനെ, അദ്ദേഹം ഒരു ചോറും കറിക്കും അത്രക്ക് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ ജീവിച്ചു കൊണ്ട് കുട്ടി പഠിക്കുകയും ചെയ്തു. അപ്പൊ മൂത്ത മോനും ഇവിടെ നമ്മളെല്ലാം കൂടി പ്രശ്നവും കച്ചറക്കാരും വേറെ കല്യാണം കഴിച്ചിട്ട് പോയി നടന്ന് അവന് പ്രേമിച്ച് അവിടെ ഭാര്യ വീട്ടിലായി. അപ്പൊ ഇവനുള്ളത് ഈ മോളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യുക, അപ്പൊ നിങ്ങളെ ഭർത്താവിനെ കുറിച്ചിട്ട് എനിക്ക് അയാളെ കൗൺസിൽ ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല, ശരിക്കും 2 ആള് വേണം. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നിങ്ങൾ നല്ലൊരു വൃത്തിയുള്ള മാക്സി അൽമാരിന്ന് അയൺ ചെയ്ത വൃത്തിയുള്ള മാക്സി ഇടുക, നല്ല മുഖാക്കി ചിരിച്ച് നടക്കി, എന്നിട്ട് മൂപ്പരോട് ചോദിക്ക്, ഒരു 100 രൂപന്റെ മാന്തയായാലും കുഞ്ഞമത്തി ആയാലും കൊണ്ടുവന്നിട്ട് ചോദിക്കുക എന്ത് കറിയാതെ വെക്കണ്ടേ, മുളകിടണോ അതോ തേങ്ങ അരച്ച്, സ്വന്തം വീടൊക്കെ കണ്ടട്ടോ, സ്വന്തം അങ്ങനെ വെക്കണോന്നൊന്ന് ചോദിക്കുക, അല്ലെ എന്ത് ഉപ്പേരി ഉണ്ടാക്കണ്ടേ ഒന്ന് ചോദിക്കുക, ഒന്ന് ചിരിച്ചും കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ആ പെണ്ണുങ്ങള് ഞങ്ങളെന്ന് പറഞ്ഞാൽ അതിനത്ര പ്രായമില്ല. അപ്പം പിറ്റേന്ന് അതുപോലെ നല്ല വൃത്തിയിൽ കുളിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല മാക്സിയൊക്കെ ഇട്ട് നല്ല മുഖം പോളൊരു ജാതി രോഗം കാണുന്ന ഇളിച്ചാട്ടിയിട്ട് എന്തുകൊണ്ടല്ലേ കാണുമ്പോ തന്നെ ഒരു അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ രോഗം വേറി, അതിന്റെ സ്വഭാവം വേറി, ഇല്ലായ്മ വേറി, അങ്ങനെ അതുപോലെ നടന്നിട്ട് ഞാൻ പറയുന്നൊന്ന് ഇങ്ങനെ ആയിട്ട് നിങ്ങളൊന്ന് രാത്രി കൂടെ കിടന്നു. അയാളുടെ എപ്പോഴും പറയുമല്ലോ നിങ്ങൾ പോയി വിറക്കെട്ടിക്കോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇയാൾ അപ്പൊ വീട് അയാളതാണ്, കെട്ടിയാലോ ഉളക്കൊണ്ടല്ലോ, ആൾ കൊണ്ടുവന്നോട്ടെ, നിങ്ങൾ എങ്ങോട്ട് പോകും, ഉമ്മക്കും ഉപ്പക്കും സുഖമില്ല, ഓലിക്ക് വരുന്നാങ്ങാൻ പൈസ ഇല്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ടെങ്കിൽ പോവാ, എന്നാലും വണ്ടിയിൽ അയാൾ കെട്ടിക്കോട്ടെ, അയാൾ വേണ്ട. അങ്ങനെ അയാൾക്ക് ഒരുപാട് പരാതികൾ. അങ്ങനെ അന്ന് ഇതുപോലെ പറഞ്ഞിട്ട് അവര് കൂടെ കിടന്ന്. അപ്പം നല്ല സ്വലഹായി. പിറ്റേന്നുണ്ടായാലും അയാൾ വിളിക്കുന്നു, പിന്നെ നമുക്കൊന്ന് ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട്. അയാളുടെ മുഖത്തിന്റെ മാറ്റം, അങ്ങനെ ബീച്ചിൽ പോയി. പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും സമയം ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ, ഞാൻ അയാളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ അയാളെ കയ്യിൽ 5 പൈസ ഇല്ല, വീട്ടിലെ ചെലവ് പോലും പറ്റുന്നില്ല. ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്ന കൂലിപ്പണി എടുക്കൽ അവർക്ക് പറ്റൂല, അവരെ ആ ഫോമിനും ഡിസന്റിനും ഒന്നും പറ്റൂല. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കഞ്ഞിന്റെ വെള്ളം കുടിക്കാൻ തരുന്ന അൽഹംദുലില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ, എനിക്ക് ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന അത് മതി, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടും, നല്ല സ്നേഹങ്ങളടുത്താണ് മെയിൻലി മിസ്റ്റേക്ക് ഒക്കെ പറ്റിയത്. ഇപ്പം മനസ്സിലായാൽ പണ്ട് എങ്ങനെയാ, പണ്ട് ഞാൻ ഗൾഫിൽ കൊണ്ടുപോയിട്ട് ഗൾഫിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ച പെണ്ണുങ്ങൾ അവിടെ വന്ന് അയാൾക്ക് പൈസ ഇല്ലാണ്ടായാലും ഇവള് ഇങ്ങനെ സ്ഥിരമായിട്ട് കോൺസ്റ്റന്റിൽ അയാളെ കുത്തലും സംസാരിക്കലും തുടങ്ങിയപ്പോ
അവൾക്കും ഡിപ്രഷൻ കയറി, ഇയാൾക്കും ഡിപ്രഷൻ വന്നു. അങ്ങനെ എല്ലാം കൂടെ രണ്ടാളും ഡിവോഴ്സിന്റെ വക്കലെത്തി. ഇപ്പൊ അതിന്റെ ശേഷം പിന്നെ ഒമ്രക്കൊക്കെ പോയെന്ന് ഞാൻ ടീച്ചർക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ വെള്ളമൊക്കെ നിങ്ങൾ തന്നെ എടുത്തോളി, വെള്ളം അല്ല വാശാല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു ചെറിയ ട്വിസ്റ്റ്, ചെറിയൊരു ഇത് മതി ആ ലൈഫ് പൂത്ത് കായ്ച്ച് മരങ്ങളിൽ ചില്ലയും കൊമ്പൊക്കെ വന്ന് നല്ല മനോഹരമായിട്ട്. നിങ്ങൾക്കറിയില്ലേ, ഒരു വിത്ത് നമ്മൾ ഇട്ടെടുത്ത് അതിൽ കുറച്ച് വിത്ത് അവൾ ഇട്ടെടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. വളം ചേർക്കുന്നില്ല, വെള്ളമില്ല, വെള്ളം ഡെയിലി എന്തായാലും പാരണം, വെള്ളമില്ല, വളമില്ല, പിന്നെ ഷെയ്ഡ് വേണമെങ്കിൽ അത്, വെയിൽ വേണമെങ്കിൽ അത്, ഇതൊക്കെ കൊടുത്താലല്ലേ അത് പൂത്തിട്ട് ഒരു കായ, ഒരു ആത്തച്ചക്ക, ഒരു ആപ്പിളോ ഒരു മുന്തിരി എന്ത് മരങ്ങളാണെങ്കിലും മുളയ്ക്കണമെങ്കിൽ കായ്ക്കണതിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആംബിയൻസ് ശരിയാക്കി കൊടുക്കുന്നത്. അതൊന്നും ഇല്ലാണ്ട് നമ്മളെ ലൈഫ് അങ്ങനെ, നമ്മളെ ലൈഫ് ഇങ്ങനെയെന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മളെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിപ്പോ ഈ ഒരു അരമണിക്കൂറുകൊണ്ട് 1 മണിക്കൂറുകൊണ്ടൊന്നും പറയുന്നതൊന്നല്ല. നമ്മൾ ഈ ഫുൾ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി മാറുന്നത് മാത്രമല്ല, നമുക്ക് വേറെ ആരെങ്കിലും കൗൺസിൽ ചെയ്യാനുള്ള പവറും കൂടെ കിട്ടും. നമ്മളെല്ലാം കോളേജിൽ പോയി പഠിച്ചതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട, എല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തും. ബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് അല്ലേ. നമ്മളിലൊക്കെ ഒരുപാട്, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ മാത്രമല്ല, എന്നിലും എല്ലാവരിലും ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ തിരുത്തി ഒരു നല്ല ദാമ്പത്യം അല്ലേ. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന വലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് നബി പ്രാർത്ഥിച്ച പോലെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് മിസ്റ്റേക്സുകൾ പറ്റിയിട്ടുണ്ട്. റബ്ബനെ അതെല്ലാം പുറത്ത് മാഫാക്കി. ഇപ്പൊ ഈവൻ നമ്മുടെ വീട്ടിലൊരു പ്രായമായ ഉമ്മയെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവര് നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു ഭയങ്കര ബേർഡൻ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ സന്തോഷത്തോടു കൂടി ഡീൽ ചെയ്യാനുള്ള ടെക്നിക്സും അങ്ങനെ എല്ലാം നമ്മൾ ലൈഫേ ഫുള്ളി ടെക്നിക്സ് ആണ്. ടെക്നിക്സ് പഠിച്ച ഒരു അധ്വാനവും ഇല്ല അല്ലെ. അതായത് മടിയന്മാർ പലതും കണ്ടുപിടിക്കും എന്നാ പറയുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ഒരുപാട് ചെയ്യുകയും ചെയ്ത് ഒരുപാട് ഇതാവുകയും ചെയ്ത് നമ്മളെ രോഗവും കൈയും കാലും ഒക്കെ ഹലാക്കായിട്ട് നമ്മൾ ഇരിക്കുന്നതിലും ഭേദം നമ്മൾ ചില്ലറ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരുപാടൊന്നും ജോലി ചെയ്യാണ്ട് തന്നെ നമ്മുടെ സ്വർഗം ഉണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത്ര കാര്യം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫില്ലി വലിവാലിദയ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വഅംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.